യാതൊരു തരത്തിലും നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വസ്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വേണ്ടത്. തമിഴ്നാട് സർക്കാർ അതിനകത്ത് തീരുമാനമെടുത്തു. ഈ കേസിൽ അന്തിമ വിധി വരുന്നത് വരെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു. ആ ആർജവം കേരള സർക്കാരും കാണിക്കണമെന്നായിരിക്കണം നമ്മളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ഒരു പ്രബോധനം എന്ന് പറയുന്നത്. വോട്ടർ പട്ടിക കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനെന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിഷ്കരണ പ്രക്രിയയിലൂടെ NRC നടപ്പാക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹല്ല് ഭാരവാഹികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സ്വത്തുക്കൾ പരിപാലനം ചെയ്യാനുള്ള മൗലികാവകാശം തന്നിരിക്കുകയാണ് ആർട്ടിക്കിൾ 26. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അള്ളാഹുവിന്റെ വസ്തുവായി മാറുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെട്ട വസ്തു അത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു വിശ്വാസിയാണ്. അതിനുള്ള മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 24 തന്നിരിക്കുന്നത്. ഈ വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള മൗലികാവകാശം. അപ്പൊ വഖഫ് എന്ന് പറയുന്നതും വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നതും കൈകാര്യം ചെയ്യാനുള്ള ബോർഡുകളാണ് വഖഫ് ബോർഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 26 അനുസരിച്ചിട്ട് എല്ലാ വിശ്വാസികൾ മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു ബോർഡാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ വസ്തു അള്ളാഹുവിൻ്റെതായിട്ടുള്ള വസ്തു അത് കൈകാര്യം ചെയ്യാനാണ് വിശ്വാസികൾ മാത്രമുള്ള ബോർഡ്. പുതിയ നിയമം വന്നപ്പോഴോ മിനിമം 2 പേരിൽ കുറയാത്ത അമുസ്ലിങ്ങളും ഈ ബോർഡിൽ മെമ്പർമാരാകണം എന്നുള്ളതാണ് പുതിയ നിയമം വന്നത്. 2 പേരിൽ കുറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അത് കൂടാം. അത് കൂടി വേണമെങ്കിൽ ഈ വഖഫ് ബോർഡിന്റെ ഭൂരിപക്ഷം വേണമെങ്കിലും അമുസ്ലിങ്ങളാകാം. ആ രീതിയിലാണ് നിയമം ഉണ്ടാക്കിയത്, ആ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറയുമ്പോൾ അതിന് കൂടുതൽ എന്ന് പറയുന്നൊന്നുമില്ല. 2 പേരെന്തായാലും വേണം. അത് 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം. അതിന് തടസ്സമില്ല. ആ രീതിയിൽ അവർ വളരെ ക്ലെവറായിട്ടാണ് ആ പറയുന്ന നിയമം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴും നമുക്ക് യാതൊരു തരത്തിലും നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വസ്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വേണ്ടത്. തമിഴ്നാട് സർക്കാർ അതിനകത്ത് തീരുമാനമെടുത്തു. ഈ കേസിൽ അന്തിമ വിധി വരുന്നത് വരെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു. ആ ആർജവം കേരള സർക്കാരും കാണിക്കണമെന്നായിരിക്കണം നമ്മളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ഒരു പ്രബോധനം എന്ന് പറയുന്നത്. കാട്ടാമ്പള്ളി മുഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് TPA ഇബ്രാഹിം ഖാൻ, അഡ്വക്കേറ്റ് KP മുഹമ്മദ് MB അബ്ദുൽ ഖാദർ മൗലവി, പാങ്ങോട് കമറുദ്ദീൻ മൗലവി, MM ബാവ മൗലവി, രണ്ടാർക്കര മീരാൻ മൗലവി, ഓണംപള്ളി അബ്ദുൽ സലാം മൗലവി, റഷീദ് ഫലാഹി, അൻഷാദ് ബാഗവി, കുഞ്ഞുണ്ണിക്കര ജമാഅത്ത് പ്രസിഡന്റ് ഹുസൈൻ ഹാജി, സെക്രട്ടറി ഷാജഹാൻ പള്ളിക്കര, അബൂബക്കർ മൗലവി, അബൂ താഹിർ മൗലവി, സത്താർ ബാഗവി പട്ടിമറ്റം, അഷ്റഫ് ഹാജി കണ്ണന്തറ, VK ഇബ്രാഹിം, മൈദീൻ കുന്നേക്കുടി, ജില്ലാ സെക്രട്ടറി നൌഷാദ് തലക്കോട്, ട്രഷറർ KM മീരാൻ എന്നിവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.